ഹലോ എവരി വൺ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ സീറോ ക്രോസിംഗ് ഡിറ്റക്ടറാണ് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ കമ്പറേറ്റർ സർക്യൂട്ടാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഈ സീറോ ക്രോസിംഗ് ഡിറ്റക്ടറും കമ്പറേറ്ററും തമ്മിൽ കാര്യമായിട്ടുള്ള ഒരു വ്യത്യാസമില്ല. ഒരു കമ്പറേറ്ററിൽ എന്ന് പറയുമ്പോൾ രണ്ട് ഇൻപുട്ട് ടെർമിനൽസിലായിട്ട് നമ്മൾ രണ്ട് വോൾട്ടേജ് കൊടുത്തിരുന്നു. ഒരെണ്ണം ഇൻപുട്ട് വോൾട്ടേജ്, ഒരെണ്ണം റെഫറൻസ് വോൾട്ടേജും. ഇവിടെ ഉള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ റെഫറൻസ് വോൾട്ടേജ് കൊടുക്കുന്നില്ല. അതായത് ഇവിടുത്തെ റെഫറൻസ് എന്ന് പറയുന്നത് റെഫറൻസ് വോൾട്ടേജ് 0 ആണ്. ഇവിടെ നമ്മൾ ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ നേരത്തെ നമ്മുടെ കമ്പറേറ്ററിൽ അതിനെ കമ്പയർ ചെയ്യുന്നത് ഇവിടെ കൊടുക്കുന്ന വോൾട്ടേജ് വെച്ചിട്ടാണെങ്കിൽ ഇവിടെ കമ്പയർ ചെയ്യുന്നത് ഇവിടെ 0 ആകുമ്പോഴാണ്. അപ്പോൾ നമ്മുടെ 0 എത്തുമ്പോഴാണ് ഇവിടെ വേവ് ഫോം ചേഞ്ച് ആവുക. അതായത് നമ്മൾ 6 വോൾട്ട് കൊടുത്തു. അപ്പോൾ 6 വോൾട്ട് ഇങ്ങനെ സൈനുസൈഡൽ വേവ് പതുക്കെ വോൾട്ടേജ് കൂടി വന്നു. എന്നിട്ട് കുറഞ്ഞ് 0 എത്തുന്ന ടൈമിൽ അവിടെ 0നെ ക്രോസ് ചെയ്യുന്ന ടൈമിൽ എന്തുണ്ടാവും? ഇതിപ്പോൾ നോൺ ഇൻവേർട്ടിങ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് തന്നെ ഒന്ന് ആംപ്ലിഫൈ ആയിട്ട് നമുക്ക് പോസിറ്റീവ് പൊളാരിറ്റി നമുക്ക് തരും. അതിനുശേഷം 0നെ ക്രോസ് ചെയ്യുന്ന ടൈമിൽ പൊളാരിറ്റി മാറി നെഗറ്റീവ് നമുക്ക് കിട്ടും. അതിനുശേഷം വീണ്ടും 0നെ ക്രോസ് ചെയ്തിട്ട് ഇൻപുട്ട് പോകുമ്പോൾ നമുക്ക് ഔട്ട്പുട്ടായിട്ട് വീണ്ടും പോസിറ്റീവ് തന്നെ കിട്ടും. ഇപ്പോൾ ഇവിടെ 0 ആയതുകൊണ്ട് തന്നെ ഇവിടെ റെഫറൻസ് വോൾട്ടേജ് ഇല്ല. 0 ആയതുകൊണ്ട് തന്നെ 0 ആണ് ഇവിടെ റെഫറൻസ് വോൾട്ടേജ് ആയിട്ട് ആക്ട് ചെയ്യുക. അപ്പോൾ 0നെ ക്രോസ് ചെയ്യുന്ന ടൈമിലാണ് നമുക്കിവിടെ പൊളാരിറ്റി ചേഞ്ച് ആവുക. ഇപ്പോൾ നേരത്തെ നമ്മൾ കമ്പറേറ്ററിൻ്റെ സർക്യൂട്ട് ഞാൻ ഒന്ന് കാണിക്കാം. ഇതാണ് കമ്പറേറ്ററിൻ്റെ സർക്യൂട്ട്. ഇവിടെ റെഫറൻസ് വോൾട്ടേജ് എന്ന് വെച്ചാൽ 3 വോൾട്ടാണ്. അപ്പോൾ 3 വോൾട്ടേജിനെ ക്രോസ് ചെയ്ത് ഇപ്പോൾ നോൺ ഇൻവെർട്ടിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 3 വോൾട്ടേജിനെ ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോകുമ്പോഴാണ് എന്തുണ്ടാവുക? അവിടെ അതിൻ്റെ നേരെയാണ് പോളാരിറ്റി ചേഞ്ച് ചെയ്യുക. അപ്പോൾ ഈ നോൺ ഇൻവെർട്ടിങ്ങിൽ ഇൻവേർട്ട് ആവില്ല. പക്ഷേ ഈ 3 വോൾട്ടിൻ്റെ മുകളിലേക്ക് പോകുന്ന വോൾട്ടേജ് മാത്രം നമുക്ക് പൊളാരിറ്റി പോസിറ്റീവ് പൊളാരിറ്റിയിൽ ഔട്ട്പുട്ട് കിട്ടും. അതിന് ശേഷം 3 വോൾട്ടിൻ്റെ താഴെ പോകുമ്പോൾ നെഗറ്റീവ് പൊളാരിറ്റിയിൽ ഔട്ട്പുട്ട് കിട്ടും. ഇങ്ങനെയാണ് അവിടെ. ഇപ്പോൾ സീറോ ക്രോസിംഗ് ഡിറ്റക്ടറിൽ ഇവിടെ എന്ന് പറയുന്നത് റെഫറൻസ് ആയിട്ട് 0 ആയതുകൊണ്ട് തന്നെ 0 എത്തുമ്പോഴാണ് 0നെ ക്രോസ് ചെയ്ത് വോൾട്ടേജ് പോകുമ്പോഴാണ് ഇൻപുട്ട് വോൾട്ടേജ് 0നെ ക്രോസ് ചെയ്ത് പോകുമ്പോഴാണ് ഇവിടെ പൊളാരിറ്റി ചേഞ്ച് ആവുന്നത്. പിന്നെ ഇതിപ്പോൾ ഇവിടെ കാണിക്കുന്ന സർക്യൂട്ട് എന്ന് പറയുന്നത് നോൺ ഇൻവേർട്ടിംഗ് കമ്പറേറ്റർ സർക്യൂട്ടാണ്. അതായത് അതിൻ്റെ വേവ് ഫോം ഇങ്ങനെയായിരിക്കും. ഇതാണ് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുക. ഇനി ഇൻവേർട്ടിംഗ് സീറോ ക്രോസിങ്ങിൻ്റെ സർക്യൂട്ട് എന്ന് പറയുന്നത് ഒരു വ്യത്യാസം വരുത്തിയാൽ മതി. ഈ ഒരു ഇൻപുട്ട് നമ്മൾ ഇവിടെ കൊടുക്കുന്നതിന് പകരം, അതായത് ഈ ഒരു ടെർമിനൽ എന്ന് പറയുന്നത് ഈ പോസിറ്റീവ് കാണിക്കുന്ന ഈ പ്ലസ് കാണിക്കുന്ന ഈ ഒരു ടെർമിനൽ എന്ന് പറയുന്നത് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലാണ്. ഇവിടെയാണ് ഇതാണ് ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ടെർമിനൽ. അപ്പോൾ ഈ ഒരു വോൾട്ടേജ് നമ്മൾ ഇവിടെ കൊടുക്കുന്നതിന് പകരം നമ്മൾ ഈ ട്രാൻസ്ഫോമർ ഇവിടെയാണ് കൊടുക്കുന്നത് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെയാണ് കിട്ടുക. അതായത് ഇവിടെ ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നു, ഇൻപുട്ടും പഴയ പോലെ തന്നെ, പക്ഷേ ഔട്ട്പുട്ട് നമുക്ക് ചേഞ്ച് വരും. ഇൻപുട്ട് ഇവിടെ കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് ഇൻവേർട്ടിംഗ് ടെർമിനലിൽ നമ്മൾ കൊടുക്കുമ്പോൾ എന്താവും? നമ്മൾ കൊടുക്കുന്നത് നേരെ ഇൻവേർട്ട് ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കുന്നത് നേരെ തല തിരിഞ്ഞിട്ടാണ് കിട്ടുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോസിറ്റീവ് കൊടുക്കുമ്പോൾ നെഗറ്റീവ് കിട്ടും. അത്രയേ ഉള്ളൂ. അത് 0 ക്രോസ് ചെയ്യുമ്പോൾ പൊളാരിറ്റി ചേഞ്ച് ആവുന്നു. ബേസിക്കലി ഒരു ആംപ്ലിഫയർ, അതായത് ഓപ്പ് ആമ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഏകദേശം അതേപോലെ തന്നെ. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് സ്റ്റേബിൾ ആയിട്ടാണ് നമുക്ക് വോൾട്ടേജ് കിട്ടുന്നത്. ഇവിടെ നമ്മൾ കൊടുക്കുന്ന AC എന്ന് പറയുന്നത് അങ്ങനെ മാഗ്നിറ്റ്യൂഡ് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ സ്റ്റേബിളായിട്ട്, ഇവിടെ പോസിറ്റീവ് ആണെങ്കിൽ സ്റ്റേബിൾ, നെഗറ്റീവ് ആണെങ്കിൽ സ്റ്റേബിൾ. അതാണ് ഒരു സാധാരണ നമ്മുടെ ഓപ്പ് ആമ്പ് ഒരു സർക്യൂട്ട് ഇതും തമ്മിലുള്ള വ്യത്യാസം. ആ ഒരു സ്റ്റെബിലിറ്റിയിൽ മാത്രം വ്യത്യാസം. ബാക്കിയൊക്കെ നമ്മുടെ ഓപ്പ് ആമ്പിൻ്റെ സർക്യൂട്ട് പോലെ തന്നെ നമ്മുടെ ആംപ്ലിഫൈഡ് ആയിട്ട് ഇൻവെർട്ടിങ്ങിൽ കൊടുക്കുമ്പോൾ ഇൻവെർട്ടായിട്ട് കിട്ടും, നോൺ ഇൻവെർട്ടിങ്ങിൽ കൊടുക്കുമ്പോൾ നോൺ ഇൻവെർട്ടഡ് ആയിട്ടുള്ള ആംപ്ലിഫൈഡ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. ഇത്രയേ ഉള്ളൂ ബേസിക്കലി ഒരു സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ. പിന്നെ ഇതിൻ്റെ പ്രൊസീജിയറൊക്കെ നേരത്തെ കമ്പറേറ്ററിൻ്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ കമ്പറേറ്റർ പോലെ തന്നെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ. ആകെ ഇവിടെ വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ റെഫറൻസ് വോൾട്ടേജിനായിട്ട് നമ്മൾ മറ്റേ കമ്പറേറ്ററിൽ കൊടുത്തില്ല, അതില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയർ അറിയണമെന്നുണ്ടെങ്കിൽ കമ്പറേറ്ററിൻ്റെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. കമ്പറേറ്റർ മനസ്സിലായാൽ ഇതും മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ആ കമ്പറേറ്ററിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. പിന്നെ ഏതൊരു സർക്യൂട്ട് ഈ ഓപ്പ് ആമ്പിൻ്റെ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ DC ബയസിങ് സപ്ലൈ വേണം കൊടുക്കാൻ. അതായത് ഇപ്പോൾ 12 വോൾട്ടും +- 12 വോൾട്ട്, അതുപോലെ +-15 വോൾട്ട് അങ്ങനെയൊക്കെ കൊടുക്കേണ്ടി വരും. അത് ചിലവർക്ക് അറിയണ്ടാവില്ല. അതിൻ്റെയും വീഡിയോ ഞാൻ ചെയ്തിട്ട് ഇതിൻ്റെയൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.